സുബ്ഹാനല്ലാഹ്, ഇന്നെന്തൊരു ലോകമാണ്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നിന്ന് പേരല്ലാതെ അവശേഷിക്കുന്നില്ല. പേര് ചോദിച്ചാൽ ആയിഷ, അല്ലെങ്കിൽ ഫാത്തിമ, അല്ലെങ്കിൽ ഖദീജ, അല്ലെങ്കിൽ സൈനബ, പേരിന് കുഴപ്പമില്ല. പക്ഷെ ഈ ആയിഷയും ഫാത്തിമയും ഒക്കെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. പഴയ ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളെ പോലെ ഭംഗി പ്രകടിപ്പിച്ച് ഇറങ്ങി നടക്കാൻ പാടില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളെ പ്രവർത്തനം, അത് ഇസ്ലാമിന് വേണ്ടിയാണ് ഞങ്ങളെ പ്രവർത്തനം എന്ന് പറയുന്ന പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്ന് പരസ്പരം തൊട്ടുരുങ്ങി ഇരിക്കുന്നതിനൊരു വേദനയുമില്ല, നടക്കുന്നതിന് വേദനയില്ല, പരസ്പരം കൈകൊടുക്കുന്നതിന് പ്രശ്നമില്ല, പരസ്പരം കൂട്ടിമുട്ടുന്നതിന് പ്രശ്നമില്ല. ഏത് ഹറാമുകളും പച്ചയായി ചെയ്ത് അതെല്ലാം വീഡിയോയിൽ പകർത്തിയിട്ട് അത് അഭിമാനത്തോടെ ലോകത്തിന് വിതരണം ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേരല്ലാതെ അവശേഷിക്കുന്നില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിൽ നിന്ന് അതിന്റെ വരികളല്ലാതെ നിലനിൽക്കുന്നില്ല. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ സംബന്ധിച്ച് പറയുകയാണ്, പണ്ഡിതന്മാര് ദീന് തുറന്ന് പറയുന്നില്ല, ആ ദീനനുസരിച്ച് ജീവിക്കാൻ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നില്ല, ജനങ്ങളെ അതിനു വേണ്ടി അവരതാ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ചെയ്യുന്നതൊക്കെ ചെയ്യും പോലെ ചെയ്യട്ടെ, നടക്കുന്നത് പോലെ നടക്കട്ടെ, ഞങ്ങളുടെ കാര്യം നോക്കാമെന്ന നിലയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരം കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വേദനാജനകമായ ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്.